ദർശിക്കുവാനും അവയെ ആവോളം ആസ്വദിക്കുവാനുമുള്ള അധികാരം നമുക്ക് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ ധ്വംസിക്കുന്ന നിരുത്തരവാദപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ മേൽ ശക്തമായ കൊടുങ്കാറ്റ് പോലെ അഴിച്ചുവിടുന്ന അക്രമ രാഷ്ട്രീയവും ഇവിടുത്തെ സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ജനനായകന്മാരുടെ പ്രവർത്തനങ്ങളും സാധാരണക്കാരെ വീർപ്പുമുട്ടിക്കുന്ന ഈ സമയത്ത് ദൈവമക്കൾക്കൊരു പ്രതീക്ഷയുണ്ട്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ രാത്രി സ്വാതന്ത്ര്യത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് വിരോധമായി ഇവിടുത്തെ കോളനിവൽക്കരണങ്ങൾ, ഇവിടുത്തെ സാമ്രാജ്യ ശക്തികൾ ഉരുക്കുമുഷ്ടികൾ പോലെ ഒരു മതിൽ പോലെ എഴുന്നു നിന്നപ്പോൾ സാധാരണക്കാരുടെ ഉള്ളിൽ ആവേശത്തിന്റെ തീപ്പൊരി കത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ജനനേതാക്കന്മാർ കൊളുത്തിവിട്ടുവായിരിക്കുന്ന ദീപം അതൊരു തീപ്പൊരി പോലെ സാധാരണക്കാരിലേക്ക് പാറി പറന്ന് ഒരു വലിയ കാട്ടുതീ പോലെ ആളിക്കത്തുവാൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രക്ഷോഭണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ സമരരീതികളിലൂടെ സമരസഞ്ചാരം നടത്തി നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ഇന്ന് അന്യമായി പോകുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിരിക്കാനല്ലാതെ നമുക്ക് സാധ്യമല്ല. സ്തോത്രം ചെയ്യുന്നു. സ്വാതന്ത്ര്യം നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ബന്ധുരകാഞ്ചനം കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ. സ്വർണ്ണക്കൂട്ടിലാണ് ഈ പക്ഷി ഇട്ടിരിക്കുന്നെങ്കിലും അത് അവിടെ ബന്ധനാവസ്ഥയിലാണ്. ഇന്ന് എത്രയോ പ്രിയപ്പെട്ടവർ സ്വാതന്ത്ര്യത്തിന്റെ ആ പൊൻകിരണം കാണുവാൻ കഴിയാതെ ഇരുളിന്റെ തടവറകളിൽ ആക്കി വച്ചിരിക്കുന്നവർ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല. ആത്മീക മണ്ഡലത്തിലും ആമേൻ പിശാചിന്റെ അസ്വാതന്ത്ര്യത്തിന്റെ ആമേൻ ജയിലറകൾ തുറന്നിട്ടിരിക്കുകയാണ്. അവിടേക്ക് ദൈവമക്കളെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രലോഭനങ്ങൾ വഴിയും പ്രീണനങ്ങൾ വഴിയും അവരെ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കുവാനിരിക്കുന്ന ഏക ആയുധം ശ്രീനാരായണ ഗുരു ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ബൈബിൾ പൂജിക്കുവാനുള്ള ഒരു പുസ്തകമല്ല, അത് പ്രയോഗിക്കുവാനുള്ള ഒരു ആയുധമാണ്. വചനത്തിന്റെ സനാതന സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും ഈ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കുമെതിരെ കൊടുങ്കാറ്റ് പോലെ ചുഴലിക്കാറ്റ് പോലെ ചുറ്റി അടിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുവാനുള്ള ആർജവം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഇന്ന് പ്രതിരോധിക്കുവാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കമ്മ്യൂണിസത്തിന്റെ യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന ചെഗുവേര ഒരിക്കൽ പറഞ്ഞു, ഉയരാത്ത കൈകളും ചലിക്കാത്ത നാവും അടിമയുടെ ലക്ഷണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പൈശാചിക സത്വങ്ങൾ നമുക്കെതിരെ ചീറിയെടുക്കുമ്പോൾ അവയെ കണ്ടുകൊണ്ട് നാം നിർനിമേഷരായിരിക്കരുത്. വചനമെന്ന വാളെടുത്ത് ശക്തമായി പോരാടിക്കൊള്ളണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയ്ക്കും നമ്മുടെ ദേശത്തിലും നമ്മുടെ ആത്മീയതയ്ക്കുമെതിരെ പോരാടി വരുന്ന അവയ്ക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുവാൻ ആർജവം ഓരോ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ഖനിച്ചപ്പോഴാണ് വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. നമുക്കറിയാം, 1921 ഒരു പ്രസിദ്ധനായ സാഹിത്യകാരനും കവിയും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഹസ്രത്ത് മെഹാനീവ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇൻകുലാബ് സിന്ദാബാദ്, ലോങ് ലീവ് ദ റെവല്യൂഷൻ. എന്തുവാ? വിപ്ലവം ജയിക്കട്ടെ. അദ്ദേഹം അത് പറയുവാനുള്ള കാരണം അടിച്ചമർത്തലിന്റെ വൈദേശിക ശക്തികളുടെ ശക്തമായ പ്രഹരത്തിന് കീഴിൽ ഈ രാജ്യത്തിലെ സാധാരണക്കാർ ചുറ്റികയ്ക്കും മടകലിനും മധ്യമുള്ള മർദ്ദിത വസ്തു പോലെ അമർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വലിയ സ്ഫോടനം പോലെ പൊട്ടിത്തെറിച്ചു വന്ന ആശയമാണ് ഇൻകുലാബ് സിന്ദാബാദ്.
നമുക്കറിയാം ഭഗത് സിംഗ് 21 അദ്ദേഹം ഡൽഹിയിലെ അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. വൈദേശിക ശക്തികളുടെ അസംബ്ലി സാധാരണക്കാർക്കെതിരായിരിക്കുന്ന നിയമങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരുന്ന ആ അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതി വിചാരണയ്ക്ക് പോയപ്പോഴെല്ലാം അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന മുദ്രാവാക്യം ഇതായിരുന്നു, ഇൻഖിലാബ് സിന്ദാബാദ്. അത് പിന്നെ ഒരു ജനത ഏറ്റെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരുന്നു. കേട്ടുകൊണ്ടിരുന്ന യുവജനങ്ങൾക്ക് അതൊരു ആവേശമായി, ആവേശക്കടലായി മാറി. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിക്ക് വേണ്ടി ആമേൻ ശക്തന്മാരായ നേതാക്കളുടെ പിന്നിൽ ആമേൻ ഒരു തിരമാല പോലെ അണിഞ്ഞൊരുങ്ങുവാൻ അവർക്ക് പ്രേരകമായത് ഇത്തരം ആപ്തവാക്യങ്ങളാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾക്ക് ആയുധമെടുക്കുവാൻ കഴിയത്തില്ല. ഒരു പ്രഭാഷകന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ആയുധമെടുക്കാത്ത, അടലിനൊരുങ്ങാത്ത സഹനപ്രതീകങ്ങളായ ക്രിസ്തു അനുഗാമികളെ കരുണയുടെ കണിക പോലും കാണിക്കാതെ കാഠിന്യത്തിന്റെ കൽച്ചക്കിലിട്ടരച്ച് പൈശാചിക താണ്ഡവം ആടുമ്പോൾ ദൈവമക്കൾ മിണ്ടാതിരിക്കരുത്. ദൈവമക്കൾ ശക്തമായി പ്രതിരോധിക്കണം. പ്രാർത്ഥനയിലൂടെ ആമേൻ ശക്തമായിരിക്കുന്ന നേതൃത്വങ്ങളിലൂടെ സത്യമായ ഭാഷയിൽ അക്ഷരത്തോണിയിലേറി അക്ഷരാഭ്യാസം ലഭിച്ച പ്രിയപ്പെട്ടവർ ആശയങ്ങൾ കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് ആമേൻ അക്ഷര വെളിച്ചം കാണിച്ച് ഇരുട്ടിലിരിക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഹിറ്റ്ലറിന്റെ ഒക്കെ കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് വളരെ വിലക്ക് കൽപ്പിച്ച ഒരു സമയമാണ്. സ്തോത്രം ചെയ്തു. അന്നുള്ള ഒരു ദൈവദാസനെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ പേര് മറന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, ഹിറ്റ്ലർ ദൈവം. സ്തോത്രം ചെയ്യുന്നു. ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം, പറയുവാനുള്ള കാരണം, ആത്മീക മണ്ഡലത്തിലും ഇതുപോലെ സ്വാതന്ത്ര്യത്തിൽ അറിയാം. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആരോപണമാണ്. വാസ്തവത്തിൽ ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു മതപരിവർത്തനത്തിന് എതിരായിരുന്നു. അദ്ദേഹം യഹൂദ മതവാദികളുടെ ശക്തമായ അവരുടെ തീവ്രതയെ കണ്ടുകൊണ്ടിരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കാൻ വേണ്ടി കരയും കടലും താണ്ടി അവനെ നിങ്ങളുടെ മതത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അവന്റെ അവസ്ഥ വലിയ നാശകരമായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മതപരിവർത്തനം ദൈവമക്കളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ ചെയ്യുന്നത് മനപരിവർത്തനം മാത്രമാണ്. ഞങ്ങൾ ചെയ്യുന്നത് മനപരിവർത്തനം മാത്രമാണ്. അത് ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മതപരിവർത്തനം ഒരിക്കലും ബൈബിളികമല്ല. മതപരിവർത്തനം ഒരിക്കലും ദൈവമക്കൾ ചെയ്യാറില്ല. യേശു ക്രിസ്തുവിന്റെ അവസാന സന്ദേശം ഇങ്ങനെയാണ് പര്യവസാനിക്കുന്നത്. പോകുവിൻ, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. വിശ്വസിക്കുന്നവരെ, ആ പദമാണ് ഏറ്റവും ഉചിതമായിരിക്കുന്നത്. വിശ്വസിക്കാത്ത ഒരുവനെ നിർബന്ധിത മതപരിവർത്തനമോ നിർബന്ധിതമായി അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവണത ദൈവമക്കൾക്കുള്ളതല്ല, പെന്തക്കോസ്തുകാർക്കുള്ളതല്ല. വിശ്വസിക്കുന്നവരെ മാത്രം, സ്വയം വിശ്വസിക്കുന്നവരെ മാത്രം ആമേൻ ദൈവമക്കളാകുവാൻ അവകാശം കൊടുക്കുന്ന ആ പ്രക്രിയയ്ക്ക് പാത്രീഭൂതരായിത്തീർന്ന നിരവധി പ്രിയപ്പെട്ടവർ നമ്മുടെ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവരെ സ്തോത്രം ചെയ്യുന്നു. അപ്പം സുവിശേഷം പറയുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചത്. കർത്താവിന്റെ ആത്മാവിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലും നിരവധി പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി ബലിയാടാവുന്നത്? കാരണം എന്താണ്? കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ ശിഷ്യന്മാരോട്, when you have received the power from above, you shall be my witnesses. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകും.
സാക്ഷികൾ എന്ന പദത്തിന് മർത്തൂസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്കിൽ അതിന്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. അങ്ങനെയെങ്കിൽ ആ പദം നാം ഒരുമിച്ച് വായിച്ചു ചേർത്താൽ ഇങ്ങനെയാണ് അതിന് അർത്ഥം കിട്ടുന്നത്: നിങ്ങൾ ഉയരത്തിൽ ശക്തി പ്രാപിച്ച ശേഷം നിങ്ങൾ സഹരാജ്യങ്ങളിൽ പോയി എന്റെ രക്തസാക്ഷികളാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ എത്രയൊക്കെ നിയമങ്ങളും ഭരണാധികാരികളും സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ശക്തമായി ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടൊന്നും തീരുന്നതല്ല. ഈ മാർഗം ഓലപ്പറക്കം കൊട്ടിയൊന്നും പൊട്ടിച്ചൊന്നും പേടിപ്പിക്കാൻ പറ്റുന്നൊരു മാർഗമല്ലിത്. സ്തോത്രം ചെയ്യുന്നു. വില കൊടുത്ത് ആമേൻ സ്തോത്രം ചെയ്യുന്നു. നേടിയെടുത്ത ഒരു മാർഗമാണിത്, മതമല്ല. Christianity is not a religion, it's a way. ക്രിസ്ത്യാനിറ്റി എന്ന് പറയപ്പെടുന്നത് ഒരു മതമല്ല, ഇതൊരു മാർഗമാണ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രം എന്നറിയപ്പെടുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഈ വിഭാഗത്തെ പറ്റി പറയുന്നത് ഈ മാർഗക്കാർ എന്നാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയപ്പെടുന്ന മാർഗമല്ല മതമല്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു മാർഗമാണ്. എന്താണ്, ആരാണ് ക്രിസ്ത്യാനി? സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ വേഗത്തിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞു പോവുകയാണ്. ആരാണ് ക്രിസ്ത്യാനി? സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്തൻ എന്ന അർത്ഥം വരുന്ന ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദവും യാനി എന്ന് പറയപ്പെടുന്ന ഒരു ലാറ്റിൻ പദവും കൂടി സമന്വയിച്ചപ്പോൾ ഉണ്ടായ പദമാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യാനി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം വക എന്നാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അഭിഷിക്തന്റെ വക. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. മത്തായി ഒരിക്കലും ആമേൻ ക്രിസ്ത്യാനി ആവണമെന്നില്ല. മത്തടിച്ച് മത്തന നടക്കുന്ന മത്തായി ക്രിസ്ത്യാനിയല്ല. അവൻ യഥാർത്ഥ ജീവിതവും സ്വഭാവവും അവൻ ഒരുപോലെ യേശു ക്രിസ്തുവിന്റെ സമഭാവനയിലൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. അത് സുകുമാരനാകാം, അത് അബ്ദുള്ളയ്ക്കാകാം, അത് യോസഫിനാകാം, ആർക്കുമാകാം. ജീവിതം തെളിയിച്ച് കാണിക്കണം. ഗാന്ധിജിയൊക്കെ പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സാക്ഷി. സ്തോത്രം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി സൂചിപ്പിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഈ രാജ്യത്ത് നൽകിയിരിക്കുന്ന ഓരോ നിയമങ്ങളും സ്തോത്രം ചെയ്യുന്നു ലംഘിക്കുന്നവരെല്ലാം ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ. പിന്നെ നമുക്കെതിരെ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരിക്കൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യം എങ്ങനെയുണ്ട്: ഇന്ത്യയിലെ ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ നിങ്ങൾ പീഡിപ്പിക്കരുത്. ലോകത്തിന്റെ ഏതൊക്കെ രാജ്യങ്ങൾ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തെക്കാൾ അപ്പുറമായി പോയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇവരെ നിങ്ങൾ പീഡിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ മുഴുവനും ക്രിസ്ത്യാനികളായി. 2027 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ പീഡനങ്ങൾ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരിട്ടിട്ടില്ല. ആമേൻ. സ്തോത്രം. പാരമ്പര്യം പറഞ്ഞാൽ, തോമസ് ലീഗ വന്ന പാരമ്പര്യം പറഞ്ഞാൽ 2025 വർഷങ്ങൾക്ക് പിറകിൽ നമുക്കിവിടെ സുവിശേഷം ലഭ്യമായതാണ്. ഇന്നും 2.5% താഴെ മാത്രമേ ഇവിടുത്തെ ജനസംഖ്യ ക്രിസ്ത്യാനികൾക്കുള്ളൂ. എന്തുകൊണ്ടാണ്? പീഡനമില്ലാത്തത് കൊണ്ട്. സ്തോത്രം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇന്ന് അവിടുത്തെ പോപ്പുലേഷന്റെ ഭൂരിഭാഗവും രഹസ്യ ക്രിസ്ത്യാനികളാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം ചെയ്യുന്നു. ഈ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ, ഇതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുവാൻ ലോകത്തിലെ എല്ലാ ഇസങ്ങളും ഒരുപോലെ ശ്രമിച്ചു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഇസ്രായേലിൽ ജൂഡായിസം, ആമേൻ, റഷ്യയിൽ കമ്മ്യൂണിസം, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദുയിസം, ആമേൻ, ജർമ്മനിയിൽ നാസിസം, ആമേൻ, ഇറ്റലിയിൽ ഫാസിസം, എല്ലാ ഇസങ്ങളും ഒരുപോലെ ഈ സുവിശേഷത്തെ തകർക്കുവാൻ ആവോളം ശ്രമിച്ചു. പക്ഷെ ഇവാഞ്ചലിസം ഇതിനെയെല്ലാം തകർത്തുകൊണ്ട് ആമേൻ ഒരു തീപ്പൊരി പോലെ ലോകത്തിന്റെ 5 വൻകരകളും കാട്ടുതീ പോലെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ വചനത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഹൃദയം വായിച്ചേക്കാം. സ്തോത്രം ചെയ്യുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. സ്തോത്രം. എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന പദം ഫ്രഞ്ച് വിപ്ലവത്തോട് ബന്ധപ്പെട്ടാണ് ഈ പദങ്ങൾ ഉരുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം 3 പദമാണ് ഉപയോഗിക്കുന്നത്.
രണ്ട് പദമാണ്. ഒന്ന് ലിബർട്ടി, മറ്റൊന്ന് ഫ്രീഡം. അതോടൊപ്പം തന്നെ മറ്റൊരു പദം കൂടെ ഉണ്ട്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്തോത്രം. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ആശയം. അത് തന്നെയാണ് വേദോസ്തവം പറയുന്നത്. എന്താ? ഒന്ന് സ്വാതന്ത്ര്യം, രണ്ട് ഈക്വാലിറ്റി, സമത്വം, മൂന്ന് ഫ്രട്ടേണിറ്റി, സാഹോദര്യം. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. അതാണ് ലിബർട്ടി, സ്വാതന്ത്ര്യം. നമുക്കിവിടെ ഏത് മതം വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും തിരസ്കരിക്കുവാനും അത് പ്രചാരം നടത്തുവാനും നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡമുണ്ട്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ അതും സ്വാതന്ത്ര്യം തന്നെയാണ്. സ്തോത്രം. പക്ഷേ നിയമങ്ങൾ കൊടുക്കുന്ന ചില സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഇവിടുത്തെ നിയമം നമുക്ക് ചില കാര്യങ്ങളുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്, അത് ഒരു നിയമമാണ്. ആ നിയമത്തിലൂടെ നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നത് 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ വോട്ടുള്ളൂ. ലിബർട്ടി, അതാണ് സ്വാതന്ത്ര്യം, അതും സ്വാതന്ത്ര്യമാണ്. സ്തോത്രം ചെയ്യുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ കൈയടക്കിയപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി, ഇത് ഹനിക്കപ്പെട്ടു പോവുകയുണ്ടായി. സ്തോത്രം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ എല്ലാ വൻകരകളിലും വലിയ സ്തോത്രം വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിച്ച് സമുദ്രത്തിലെ തിരമാല പോലെ സ്തോത്രം കരയെ വിഴുങ്ങാൻ വരുന്ന ഹുങ്കാരാവേശത്തോടുകൂടി ചിറകടിച്ച് ഉരുണ്ടുകൂടി വരുന്ന വലിയ തിരമാലകൾ പോലെ സ്തോത്രം വലിയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ടത് ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരെയാണ്. സ്തോത്രം ചെയ്തു. ഈ സ്വാതന്ത്ര്യം ഹനിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെ അടിമകളാക്കുവാനാണ്. സ്തോത്രം. നമ്മളെ അടിമകളാക്കുവാൻ പിശാചിന്റെ പ്രവർത്തനം അത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഈ ഗലാത്യ ലേഖനത്തെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വലിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മാഗ്ന കാർട്ട. അങ്ങനെയാണ് ഈ ഗലാത്യ ലേഖനത്തെ അറിയപ്പെടുന്നത്. ഈ ഗലാത്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് യെരൂശലേം കൗൺസിലിന് ശേഷമാണ് അദ്ദേഹം അവിടെ പോയതും. അവിടെ 2 ഗലാത്യകളുണ്ടായിരുന്നു. തെക്കൻ ഗലാത്യയും വടക്കൻ ഗലാത്യയും, 2 ഗലാത്യകളായിരുന്നു. ഇത് ഫ്രഞ്ചിൽ നിന്നും കുടിയേറി പാർത്ത ഗോൾ വംശത്തിൽപ്പെട്ടായിരിക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഗലാത്യൻസ് എന്ന് പറയപ്പെടുന്നത്. സ്തോത്രം ചെയ്യുന്നു. അവരിൽ ചിലരൊക്കെ അന്ധവിശ്വാസികളായിരുന്നു. എല്ലാ കാര്യത്തിലും മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഹേ ഗലാത്യരേ, ഞാൻ നിങ്ങളെ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വരച്ചതായ യേശുക്രിസ്തു അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരിക്കലും അടിമത്തത്തിലായിരുന്നു. സ്തോത്രം. കേരള ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാപത്തിന്റെ ചന്തയിൽ മാനവ സമൂഹത്തെ മുഴുവൻ വിൽക്കുവാൻ വെച്ചിരിക്കുകയായിരുന്നു. അവർക്കൊരു പണിഷ്മെന്റ് കൊടുത്തു, ക്യാപിറ്റൽ പണിഷ്മെന്റ്. എന്താ ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞ എന്തുവാ? തലയിറക്കില്ല അല്ലെ, നമ്മൾ തണിക്കൊണ്ടിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. നമുക്കറിയാം, എല്ലാ സെക്ടറുകളിലും എല്ലാ മേഖലകളിലും അവരുടെ ജോലിക്ക് അനുസരണമായിട്ട് കൊടുക്കുന്ന ശമ്പളം കറൻസിയാണ്, പണമല്ലേ കിട്ടുന്നത്. നമ്മൾ ബാങ്കിൽ ജോലി ചെയ്താലും എവിടെ പോയി ജോലി ചെയ്താലും നമുക്ക് പണമാണ് ശമ്പളമായി കിട്ടുന്നത്. പക്ഷേ മരണം ശമ്പളമായി കിട്ടുന്ന ഒരേ ഒരു പ്രവൃത്തി പാപമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ പാപത്തിന്റെ ശമ്പളമായ മരണം മേടിച്ച് മരണത്തെ കാത്തുകൊണ്ട് അടിമച്ചന്തയിൽ നമ്മെ വിൽക്കുവാൻ വെച്ചിരുന്ന ഒരു സമയത്ത് ഗറസോ എന്നാണ് അതിന് പറയപ്പെടുക. ചന്തയിൽ പോയി വയ്ക്കുക. ഒരുവൻ വന്നു ഇവരെ എല്ലാം കണ്ടു, മനസ്സലിഞ്ഞു. വിലയ്ക്ക് വാങ്ങുക. എങ്ങനെ വിലയ്ക്ക് വാങ്ങിയത്? ഒരു വലിയ മൂല്യം അങ്ങോട്ട് കൊടുത്തു. എന്തായിരുന്നു ആ മൂല്യം? വീണ്ടെടുക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട മൂല്യം തന്റെ സ്വന്തം രക്തം മറുവിലയായി കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി
സ്തോത്രം. ലൂഡ്രോ, സ്വതന്ത്രരാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ അടിമ, അങ്ങനെ പറയുന്നത്. എന്ന് പറയാൻ ഡ്യൂലോസ് എന്ന പദമാണ്. ആ അടിമയുടെ പ്രത്യേകത നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ജോലിക്ക് ചെയ്യാം, ജോലി വേണ്ടെന്ന് വയ്ക്കാം. സ്തോത്രം. നമുക്ക് നമ്മുടെ ജോലിയുടെ ശമ്പളം ചോദിക്കാം. ആ അടിമയുടെ പ്രത്യേകത ഡ്യൂലോസ്. എന്നാൽ മറ്റൊരു അടിമയുണ്ട്. ആ അടിമ ബോണ്ട് സെർവന്റ് എന്ന് പറഞ്ഞാൽ ജന്മനാ അവൻ അടിമയാണ്. അവന് സ്വാതന്ത്ര്യമില്ല. അവന് പണം ചോദിക്കാൻ പറ്റത്തില്ല. ഏത് സമയത്തും അവനോട് അവന്റെ മുതലാളി പറഞ്ഞാൽ ആ ജോലി അവൻ ചെയ്തിരിക്കണം. വീണ് മരിച്ചാൽ പോലും അവിടെ നിന്ന് അനങ്ങുവാൻ കഴിയത്തില്ല. നമ്മളൊരു ബോണ്ട് സെർവന്റ്, അടിമകളായിരുന്നു പാപത്തിന്റെ. ആ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട രക്തം മറുവിലയായി കൊടുത്തിട്ട് നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ വിലയ്ക്ക് വാങ്ങി സ്തോത്രം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ഗലാത്യ വിശ്വാസികൾ പറയുകയാണ്. അവിടെ പറയാൻ കാര്യമുണ്ട്. അവിടുത്തെ വിശ്വാസികൾ രണ്ടു കൂട്ടരായിരുന്നു. ഒന്ന് യഹൂദ മതാനുസാരികളും ജാതികളും. ഈ ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു. ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, അവരുടെ പിതാവായിരുന്ന അബ്രഹാമിന്റെ ചില മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്നും അത് അനുസരിച്ചെങ്കിൽ മാത്രമേ പർദീസിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇരിക്കുന്ന ചില ദുരുപദേശങ്ങൾ ഈ സഭയിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ വിതരണം സ്തോത്രം ചെയ്തു. അപ്പൊ ഇത് ഞാനിലോ കുറച്ചേരൊക്കെ കേട്ടിട്ട് കണ്ടിട്ടോ അവർ മൈൻഡ് ചെയ്തില്ല. വീണ്ടും ശക്തമായിട്ട് അവരെ അമർത്തിക്കളയത്തക്ക രീതിയിൽ ഈ ഉപദേശം അങ്ങോട്ട് പറയുന്നു. എന്താ? നിങ്ങളും ന്യായപ്രമാണത്തിന്റെ വക്താക്കളാകണം. കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. പൗലോസ് പറയുന്നു, കർമ്മമാർഗം എന്തുവാ? വിശ്വാസമാണ്, അല്ലേ? നോട്ട് ബൈ വാട്ട് ബട്ട് ബൈ ഫെയ്ത്ത്. കർമ്മമല്ല, പിന്നെന്തുവാ? വിശ്വാസത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇത് മനസ്സിലാക്കിയ വിശ്വാസികൾ പൗലോസിനെ ധരിപ്പിച്ചു. പൗലോസിനെ വിവരം ധരിപ്പിച്ചപ്പോൾ പൗലോസ് വന്ന് അവരോട് പറയുകയാണ്, സ്തോത്രം ചെയ്തു. പൗലോസ് അവിടെ സഭ സ്ഥാപിച്ചിട്ടില്ല കേട്ടോ. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വരച്ചു വച്ചിരിക്കുകയോ. സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടി വരിക്കുന്ന രക്ഷ, സൗജന്യമായി ലഭിക്കുന്ന രക്ഷ, അവന്റെ പാപപരിഹാര വരിയിലൂടെ വിശ്വാസത്താൽ നാം പ്രാപിച്ച പാപമോചനം ആണ് നമ്മെ നീതീകരിച്ചിരിക്കുകയാണ്, ആണ് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ആ ശുദ്ധീകരണത്തിലും നീതീകരണത്തിലും ഉൾപ്പെട്ടവരായ നിങ്ങളെ പാപത്തിന്റെ ശാപത്തിന്റെ വേരുകൾ ഇറങ്ങിയതെങ്ങനെ? പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നാം വായിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ അവിടെ നീതികൾ ശുദ്ധീകരണം എല്ലാം കളഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അവരെ ശാസിക്കുകയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ. അതുപോലെ തന്നെ ഗലാത്യ സഭകളിലും പൗലോസ് അവരെ ശാസിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ഈ പാപത്തിന് എങ്ങനെ അടിമത്തപ്പെട്ടു? നിങ്ങളെ കർത്താവ് സ്വതന്ത്രരാക്കിയല്ലേ? ഈ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക വീണ്ടും അടിമത്തിലേക്ക് എങ്ങനെയാണ് പോയത്? സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും പല ദൈവമക്കളും അടിമത്തത്തിലാണ്. എന്തിന്റെ അടിമത്തം? മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, മറ്റവർ മരിക്കുന്ന വെറിക്കൂത്തുകളുടെ ഈ അടിമത്തത്തിൽ കിടക്കുന്ന നിരവധി പ്രിയപ്പെട്ടവർ ആത്മിക കോളത്തിൽ ധാരാളമുണ്ട്. ഈ രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന, ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതും തരവും ഇത്തരം അതീശ ശക്തികൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ കൂച്ചുവിലങ്ങിട്ട ഒരു വ്യക്തിയെ പോലെ പാപത്തിന്റെ തലമുറയ്ക്കുള്ളിൽ മോചിതരാകാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ കിടക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു രാത്രിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കർത്താവിനെ അതുപോലെ അവരുടെ മുമ്പിൽ വരച്ചു കട്ടിയിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അവരെ ദൈവദാസൻ പൗലോസിലൂടെ അവരെ വീണ്ടും രമ്യതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്
ഗലാത്യ ലേഖനം. സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്നും നിരവധി പ്രിയപ്പെട്ടവർ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യമില്ലാത്ത ഈ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടായിരുന്നു. ചിലർക്ക് പറയാനുണ്ട്, ഞങ്ങൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഉദ്ധാരണാനന്തരം ഫിലിപ്പോസ് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരും, പിതാവിനെ ഒന്ന് കാണിച്ചു തരും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസ് നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? എന്നെ കണ്ടവരെന്തോ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ തന്നെ വീണ്ടും പറയുന്നു, ഞാനും എന്റെ പിതാവും ഒന്നത്രേ. സ്തോത്രം. പിതാവായ ദൈവം, ഞാൻ ആ പിതാവായ ദൈവത്തിൽ വന്നവനാണ്. അപ്പോൾ ഒരു കാര്യം വാസ്തവമാണ്, ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ഏതൊരുവരും ചെന്നെത്തുന്നത് യേശു ക്രിസ്തുവിലേക്ക്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും ചെന്നെത്തുന്നത് കാൽവരി ക്രൂശിലായിരിക്കും. കുരിശ് എന്ന് പറയപ്പെടുന്ന നെടുകയും കുറുകയുമുള്ള വഴിയാണ്. അവിടെ വെച്ചാണ് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടിയത്. അങ്ങനെയുള്ള ആ സംഗമത്തിലൂടെ ദൈവമക്കളാകുവാൻ അവകാശം കിട്ടിയതായിരിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയതായ ദൈവമക്കൾ വീണ്ടും പാപത്തിലേക്ക് ഊഴ്ന്നിറങ്ങി പോകുന്ന ഇത്തരം പ്രവണതകൾ കണ്ടിട്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദാസൻ പൗലോസ് അവരെ ശാസിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന് 79 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നും സ്വാതന്ത്ര്യം കിട്ടാതെ അലയുന്ന നമ്മുടെ പല സംസ്ഥാനങ്ങളിലും, നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പറയുവാനും പ്രസംഗിക്കുവാനും വിലക്കുകൾ പാലിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ സുവിശേഷത്തിന് സ്വാതന്ത്ര്യം കിട്ടാതിരുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു, ആസാം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഒരു സംസ്ഥാനം. അവിടെ ഗാരോ വിഭാഗത്തിൽ, ഗാരോ എന്ന് പറയപ്പെടുന്നത് ഒരു ട്രൈബാണ്, ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട നൊബ്സാങ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹവും തന്റെ ഭാര്യ, തന്റെ 2 മക്കൾ. അന്ന് ഈ ഗാരോ വംശജനപ്പെട്ടതായിരിക്കും ഈ നൊബ്സാങ് എങ്ങനെയോ യേശുവിനെ പറ്റി കേട്ടു, യേശുവിനെ അറിഞ്ഞു. യേശുവിലൂടെയുള്ള നിത്യരക്ഷ മനസ്സിലാക്കിയ നൊബ്സാങ് തന്റെ കുടുംബം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എന്താ സംഭവിച്ചത്? ഗ്രാമമുഖ്യൻ വന്ന് അവരെ അറസ്റ്റ് ചെയ്തു. പറഞ്ഞു, നിങ്ങൾ യേശുവിനെ നിങ്ങൾ തള്ളിക്കളയുക. അവർ പറഞ്ഞു, പറ്റത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഉടനെ കടുത്ത പരീക്ഷണങ്ങൾ അവർക്ക് നേരെ ഗ്രാമമുഖ്യൻ അടിച്ചു പിടിച്ചു. എന്താണെന്ന് അറിയാമോ? ഈ കുഞ്ഞുങ്ങളുടെ തല വെട്ടുവാൻ തീരുമാനിച്ചു. സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ തല വെട്ടുവാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളി പറയത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു. അവരും പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളിക്കളയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് നൊബ്സാങ്ങിന്റെ മനസ്സിൽ 2 വരികൾ കൊടുത്തു. അതിങ്ങനെയാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് നോട്ട് ടേണിംഗ് ബാക്ക്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുവാൻ ഉറച്ചു, ഒരിക്കലും പിന്മാറുകയില്ല. സ്തോത്രം. സ്വാതന്ത്ര്യമില്ലാതെ ഒരു കാലഘട്ടത്തിലാണ് ഓർക്കണം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു നിയമങ്ങളൊക്കെ. സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ റോമാസഭ സ്തോത്രം ചെയ്യുന്ന സുവിശേഷം ജനങ്ങൾ വേദപുസ്തകവും വായിക്കാതിരിക്കാൻ വേണ്ടി ആർഷഭാരതത്തിലെ ഒരു പ്രാകൃത നിയമം റോമാസഭയും കൊണ്ടുവന്നു. എന്താണെന്ന് അറിയാമോ ആ നിയമം? വേദപുസ്തകം വായിച്ച് കേൾക്കുന്നവന്റെ ചെവിക്കകത്ത് എന്തൊഴിക്കണം? ഈയം ഒഴിക്കും. പക്ഷേ 15-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ വിറ്റൻബർഗ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മാർട്ടിൻ ലൂതർ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഈ വേദപുസ്തകം മുഴുവനും വായിച്ച് സത്യം തെളിഞ്ഞപ്പോൾ 95 കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. ആ 95 കാര്യങ്ങൾ അദ്ദേഹം കൂടുന്ന ഇടവകയുടെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന സമയത്ത് ജനങ്ങൾ ഇതെല്ലാം കണ്ടു, 2 ചേരിയായി തിരിഞ്ഞു. അങ്ങനെ സഭ 2ആയി സ്പ്ലിറ്റായി. സ്തോത്രം ചെയ്യുന്നു. ആ മാർട്ടിൻ ലൂതർ പറയുന്നത് ഗലാത്യ ലേഖനം എന്റെ പുസ്തകമാണ്. ഈ ഗലാത്യ ലേഖനം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 3 തത്വങ്ങൾ അദ്ദേഹത്തിന് ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തു.
സ്വാതന്ത്ര്യത്തിന്റെ പൊൻകിരണം എന്ന വണ്ണം 3 തത്വങ്ങൾ അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട്, ഒന്ന് സോളാ സ്ക്രിപ്ചർ, തിരുവെഴുത്തുകൾ മാത്രം. മറ്റൊന്ന് സോളാ ഗ്രേഷ്യ, കൃപ മാത്രം. മറ്റൊന്ന് സോളാ ഫിഡെ, വിശ്വാസം മാത്രം. സ്തോത്രം ചെയ്യുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കുവാൻ ദൈവാത്മാവ് മാറ്റങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത 3 സത്യങ്ങൾ: വചനം മാത്രം, കൃപ മാത്രം, വിശ്വാസം മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 തത്വങ്ങളിലൂടെയാണ് ലോകത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവമക്കൾ ഈ സത്യം അറിയുകയും, യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്തോത്രം. ഏതൊക്കെ കാരിരുമ്പിന്റെ ബന്ധനങ്ങൾ ദൈവമക്കളെ പൂട്ടുവാൻ വേണ്ടി അധികാരികൾ ശക്തമായി ചെലുത്തി എന്ന് പറഞ്ഞാലും, അധികാരവർഗത്തെ വിറപ്പിക്കുന്ന അദൃശ്യ സാന്നിധ്യമുള്ള ദൈവാത്മാവിന്റെ സാന്നിധ്യം ഏത് മേഖലയിൽ കിടന്നാലും അവിടെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവിടേക്ക് ഇറങ്ങി വന്ന് അത്ഭുതകരമായ പ്രവൃത്തിയെ ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ സ്തോത്രം, യെരൂശലേം സഭയിൽ വലിയ പോരാട്ടം ഉണ്ടായി. എന്താ പോരാട്ടം? ആധുനിക ഭാഷയാണ് പോരാട്ടം. എന്താ പോരാട്ടം? പത്രോസിനെ അറസ്റ്റ് ചെയ്തു, കാരാഗൃഹത്തിൽ കൊണ്ട് ഇട്ടപ്പോൾ സഭ എന്ത് ചെയ്തു? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞ കാര്യമാണ്, ആത്മാർത്ഥതയോടുകൂടി ഉള്ളവരുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കും. സ്തോത്രം. സഭ ഇതുപോലെ ശ്രദ്ധയോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്താണ് ശ്രദ്ധ എന്ന പദത്തിന് അവിടെ കൊടുത്ത ഇംഗ്ലീഷ് പദത്തിലെ അർത്ഥം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ആത്മാർത്ഥത? നമ്മുടെ സഹോദരൻ, നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു സഹവിശ്വാസി, നമ്മുടെ ഒരു അയൽവാസി, നമ്മുടെ പാസ്റ്റർ, നമ്മുടെ വിശ്വാസികൾ ആർക്കെങ്കിലും എന്തൊരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ ഒരുവരെ പോലെ കണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്, അല്ലേ? സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചറിയാമോ? സ്വർഗം അവിടെയാണ്. സ്വർഗത്തിന് ദൂതൻ ഇറങ്ങി വന്നു. ആമേൻ. സ്തോത്രം. 1, 2, 3 വാതിലുകൾ അവർക്ക് മുമ്പേ സ്വതവേ, ഗ്രീക്കിൽ കൊടുത്ത് ആട്ടോമോസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും. ഇപ്പോഴത്തെ മാളുകളിലൊക്കെ നിങ്ങൾ പോയിട്ടില്ലേ? നമ്മൾ ചെല്ലുമ്പോൾ ആ ഡോർ തന്നെ അങ്ങ് തുറക്കും. സെൻസറാണ്, അല്ലേ? നമ്മുടെ സാന്നിധ്യം അറിയുമ്പോൾ ഞങ്ങൾ റാന്നിയിലൊക്കെ ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. ആ മാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും വാച്ചറൊന്നുമില്ല. നമ്മളങ്ങോട്ട് ചെന്നാൽ മതി, ആ ഡോർ സ്വയമേ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ തുറക്കും. സ്തോത്രം. ഇവിടെയും ആ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ദൂതൻ ഈ തടവിലാക്കപ്പെട്ടിരുന്ന പത്രോസിനെ കൊണ്ട് ഈ കവാടത്തിന് മുമ്പിൽ വന്നപ്പോൾ അവർക്ക് മുമ്പിൽ സ്വതവേ ഓട്ടോമാറ്റിക് ആയി തുറന്നു. നിന്റെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ശത്രുവിന്റെ എല്ലാ വെല്ലുവിളികളും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ മണ്ഡലത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറകളുടെ ബന്ധത്തിൽ പിശാച് അദൃശ്യ മണ്ഡലത്തിൽ ഒരുക്കി കെട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തകർച്ചയുടെ എല്ലാവിധമായിരിക്കുന്ന മണ്ഡലങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ ശക്തമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. ആർക്കും തുറക്കാത്ത വാതിലുകൾ, ആർക്കും ധാരണയില്ല, ഒന്നും ചെയ്യുവാൻ കഴിയാത്തമായിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നിലവിൽ ദൈവം ഓട്ടോമാറ്റിക്കായി നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ഭാവി തലമുറകളുടെ ബന്ധത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ എന്നും അവൻ വിശ്വസ്തനാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഓരോ പൈശാചിക ശക്തികൾക്കും ആത്മീയ ജനതയോട് പോരാടി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, ഈ രാത്രിയിൽ നമ്മുടെ ആത്മീയതയെ ഹനിക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, ആത്മീയതയെ ഹനിക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്ന്, സ്തോത്രം ചെയ്യുന്നു, പാപം. സ്തോത്രം. പാപത്തിന്റെ പ്രവർത്തികൾ, അല്ലേ? ആക്ടിവിറ്റീസ് ഓഫ് സിൻ. എന്താ ആക്ടിവിറ്റീസ് ഓഫ് സിൻ? പാപത്തിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? സ്തോത്രം ചെയ്യുന്നു, മദ്യപാനം, വെറിക്കൂട്ട്. സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു പടി കൂടെ കടന്നു പറഞ്ഞു, സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് യോഗ്യന എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ കുടിയനെ
നമ്മൾ ചിലരെ പറയത്തില്ലേ, ചില പാസ്റ്റർമാരൊക്കെ സഭ വരുമ്പോൾ ചില വിശ്വാസമൊക്കെ വന്നോ ഇവിടെ വിസിറ്റിങ്ങിന് വരുമല്ലോ, ഒറ്റയ്ക്കൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഓരോ കുടുംബത്തെ പറ്റിയൊക്കെ പറയും. ആ കുടുംബം ഇങ്ങനെ നിസ്സാരമായി കാണുമ്പോൾ നാം ആരെ നിസ്സാരമായി കണ്ടോ ആ വ്യക്തിയോടുള്ള ദൈവത്തിന്റെ കരുണ നമ്മളെ വേണം ശിക്ഷയായിട്ട് വരികയാണ്. സ്തോത്രം. കർത്താവിന്റെ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ സഹോദരൻ, ഈ പൈതന്, ഈ മോന് എന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ ഭാഷയാണ്, ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ അവരെ ബഹുമാനിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം ഞാൻ അപ്പനെ ബഹുമാനിക്കണം. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ഇത്തരത്തിൽ മാനിക്കുന്ന മനസ്സില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. പാപത്തിന്റെ ആക്ടിവിറ്റീസ്. സ്തോത്രം ചെയ്തു. പള്ളി സമയത്ത് പോകുന്ന ലോത്ത എല്ലാ സഭയിലും ഉണ്ട്. ലോത്തിന്റെ അർത്ഥം എന്തുവാ? ലോത്തിന്റെ അർത്ഥം എന്ന് പറയാൻ താമസിപ്പിക്കുന്നല്ലേ. സഭായോഗത്തിനൊക്കെ പാസ്റ്ററുടെ നമുക്ക് പിന്നെ മണി ഇല്ലാത്തതുകൊണ്ട് നമ്പർ അടിക്കടി ചൂപ്പാട് വരും. 9 പാസ് നമ്പറിലൂടെ. പക്ഷെ നമ്മളത് കേട്ടാലും നമ്മളത് താമസിക്കും. 10:30 നമ്മൾ വരും, അല്ലെങ്കിൽ 10:30 വരും. അതൊരു പാപത്തിന്റെ പ്രവൃത്തിയാണ്. മനഃപൂർവ്വം താമസിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ ഒരു കുടുംബത്തിൽ ദുരന്തമായി തീരുകയുണ്ടായി. സ്തോത്രം. അപ്പൊ പാപത്തിന്റെ പ്രവൃത്തി ഞാൻ വേഗത്തിൽ പറയാമേ. സ്തോത്രം ചെയ്യുന്നു. പിന്നെ അതുപോലെ പാപത്തിന്റെ ഒരു പട്ടിക. സ്തോത്രം ചെയ്യും. ജഡത്തിന്റെ പ്രവർത്തികൾ 15 കൂട്ടം കാര്യങ്ങൾ ഗലാത്യർക്ക് പറയപ്പെടുന്നു. അതിനൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്ന് ദ ആക്ടിവിറ്റീസ് ഓഫ് സിൻ, പാപത്തിന്റെ പ്രവർത്തികൾ. രണ്ടാമത്തത്, നമ്മളെല്ലാം ഈ പ്രസംഗിക്കുന്ന ഞാനും അതിനകത്തൊരു അടിമയാണ്. ഹൈടെക്. എന്തോ ഹൈടെക് എന്ന് പറഞ്ഞു. ആധുനിക യുഗത്തിലെ കമ്പ്യൂട്ടർ വക്രത അടിമകളാണ് എല്ലാവരും. ഇന്ന് ഇപ്പൊ ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ ഈ യോഗ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജനക്ക് മൊബൈൽ നോക്കുന്നുണ്ട് അല്ലേ. സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു മീറ്റിംഗിൽ എന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ശുശ്രൂഷകനെ അറിയാം. കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അവിടെ ചെന്ന അദ്ദേഹം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അടുത്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പോലും മൈൻഡ് ചെയ്തില്ല. ഒരു സീനിയർ ദൈവദാസനോ ഒരു മുതിർന്ന ഒരു അപ്പച്ചനോ അമ്മച്ചോ വന്നാൽ പോലും നമ്മൾ സ്വാഭാവികമായിട്ട് എത്ര ശുശ്രൂഷകരാണെന്ന് പറഞ്ഞാലും നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മൾ ബഹുമാനിക്കണം അല്ലേ. സ്തോത്രം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയാം. സാമർവേശ്വർ പറയുകയാണ്, നിങ്ങൾക്ക് ദീർഘായുസ് നന്മ ഉണ്ടാകുന്ന ഒറ്റമൂലി കർത്താവ് പറഞ്ഞു. എന്തെന്നറിയാമോ? മാതാപിതാക്കളെ ബഹുമാനിക്കുക. അങ്ങനെ ആ പൗരസഭസം പറഞ്ഞല്ലേ. ദീർഘായുസ് ഉണ്ടാകാനുള്ള ഒറ്റമൂലി ഇവിടുത്തെ ഒരു ആയുർവേദ മെഡിസിനിലും കിട്ടത്തില്ല, ഒരു ആയുർവേദ കടയിലും കിട്ടത്തില്ല. ഒറ്റമൂലിയേ ഉള്ളൂ. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കും. എത്ര ഈസി ആയിട്ട് കർത്താവ് ഞെരടി ഒന്നിക്കും ക്യാപ്സുകൾ നമുക്ക് ഒതുക്കി അല്ലേ. അപ്പോ ഈ ഇതുപോലെ ബഹുമാനിക്കുന്ന ഈ സംഭവങ്ങൾ ആധുനിക കാലത്ത് മനുഷ്യനെ ദൈവത്തിൽ അകറ്റുന്ന ഒന്നാണ് ഇലക്ട്രോണിക്സ് മീഡിയ. അതായത് മൊബൈല്, കമ്പ്യൂട്ടർ, TV, ഇതിലൊക്കെ നമ്മൾ മനുഷ്യരെ അതിലേക്ക് അകറ്റി അതിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നൊരു കൺവെൻഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ കൺവെൻഷനിൽ 10,000 പേര് 10,000 പേരുണ്ടെങ്കിലും അതിനകത്ത് വചനം കേൾക്കുന്നത് തുലവും ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു. പിശാച് വളരെ അഡ്വാൻസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അവൻ മുൻപന്തിയിലാണ്. നമ്മുടെ ഈ മീറ്റിംഗ് എനിക്ക് ലൈവ് ഇല്ലെന്ന് തോന്നുന്നു. ഇതിന് സ്തോത്രം ചെയ്യുന്നു. ലൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും എന്നെ ശ്രദ്ധിക്കത്തില്ല. ഈ സ്റ്റേജിൽ നോക്കത്തില്ല. പിന്നെന്ത് വലിക്കും മൊബൈൽ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ പന്തലിൽ, അതായത് ഏത് മീറ്റിംഗ് നടക്കുന്നു ആ പന്തൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താ ലൈവ് വാച്ച് ചെയ്യത്തുള്ളൂ. ആ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊരു കോൾ വരും, മെസ്സേജ് വരും. പിന്നെ അതിന്റെ പുറകെ അങ്ങനെ പോയി ഇവൻ നെറ്റ്, വാസ്തവത്തിൽ നെറ്റ് എന്ന് പറയുന്നത് വാസ്തവമാണെന്നാണ്. ചിരന്തി വല, ആ വലയ്ക്കകത്ത് എല്ലാം ആത്മീയപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരിക്കലും ഒരു സുഹൃത്തിനോട് എന്നെ പറയുണ്ടായി. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കാരണം നിർച്ചാൽ പോലും പല ദൈവങ്ങളോട് എടുക്കപ്പെടില്ല. കാരണം നെറ്റി കുടുങ്ങി കിടക്കുക. ഇവരിത് കേൾക്കത്തില്ല. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, പാപത്തിന്റെ ആക്ടിവിറ്റീസ്. 2, സ്തോത്രം ചെയ്യുന്നു, ഈ കമ്പ്യൂട്ടർ യുഗം, അതായത് എന്താ പറയപ്പെടുന്നത് ഇലക്ട്രോണിക്സ് മീഡിയ. സ്തോത്രം ചെയ്യുന്നു. 3, നമ്മുടെ ചിന്തകൾ. സ്തോത്രം, നമ്മുടെ ചിന്തകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തയെ പറ്റി കർത്താവ് തന്നെ പറയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അകത്തുനിന്ന് പോകുന്നതല്ല എന്തുവാ ദോഷവശങ്ങൾ, പിന്നെന്തുവാ ചിന്തകളാണ്. സ്തോത്രം.
ഒരുവനെ പറ്റി ഒരുവളെ പറ്റി നമ്മുടെ ചിന്തകളുണ്ട്, മുൻവിധികളുണ്ട്. സ്തോത്രം. ഒരിക്കൽ യേശുക്രിസ്തു തന്റെ ഐഹിക കാലഘട്ടത്തിൽ അദ്ദേഹം ആ ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോ ആ പാവപ്പെട്ട സഹോദരി അവൾ കരുതി വെച്ചിരുന്ന സ്വച്ഛജലമാംസി തൈലമെടുത്ത് യേശുവിന്റെ കാലിൽ തൂത്ത് അവളുടെ മുടി കൊണ്ട് ആർത്തുകൊണ്ട് അത് തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തിരുന്ന ഒരു കമ്മിറ്റിക്കാരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? സ്തോത്രം ചെയ്തു. കർത്താവ് അവന്റെ നിരൂപണം മനസ്സിലാക്കിയിട്ട് സ്തോത്രം ചെയ്തു. അവനോട് പറഞ്ഞു, ദരിദ്രന്മാർ എപ്പോഴും നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താമണ്ഡലത്തെ നാം സെൻസർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലത്തെ നാം അരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഈ കൗൺസിലിംഗ് സെഷൻ ചെല്ലുമ്പോൾ പലപ്പോഴും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഊഹാപോഹങ്ങൾ ഊഹിച്ചെടുക്കുന്ന പരമ്പരയുണ്ട്. ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം, മാതാപിതാക്കൾക്ക് മക്കളെ സംശയം, ഈ മക്കൾക്ക് ഇവരെ രണ്ടുപേരും സംശയം. സ്തോത്രം ചെയ്യുന്നു. ഈ സംശയമെല്ലാം ഇവരുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. സ്തോത്രം. രൂപപ്പെടുത്തിയെടുക്കുക, അതിനെ ഊഹിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഊഹിച്ചെടുക്കുന്ന ചിന്തകൾ, ആ ചിന്തകൾ ശങ്കരസഭയിൽ വളർന്നിരിക്കുന്ന പാമ്പൻ പാലത്തെക്കാളും ശക്തമായി. സ്തോത്രം. ചില പറയത്തില്ലേ, പാസ്റ്റർ എപ്പോഴും ആ വിശ്വാസികൾ അവരോട് കുഴപ്പമാണ്, പാസ്റ്റർ എപ്പോഴും അവിടെ തന്നെയാണ്. ചില പാസ്റ്റർമാർ പറയും, ആ കുടുംബം ഒരു ഞങ്ങളൊന്നും സഹകരിക്കത്തില്ല. ആ ഒരു സംശയം വാസ്തവത്തിൽ ഒന്നും ഉള്ളതല്ല, ഒന്നും ഉള്ളതല്ല. അവരുടെ ചില ചിന്തകളാണ്. ആ ചിന്തകൾ കോൺക്രീറ്റ് ഇട്ട് ഇതിനെ ഉറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാൻ പറ്റാത്ത വലിയൊരു മതിൽ പോലെ നിൽക്കുകയാണ്. സ്തോത്രം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് നിൽക്കുന്നത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ദ ആക്ടിവിറ്റീസ് ഓഫ് സിൻ, പാപത്തിന്റെ പ്രവർത്തികൾ. 2, ഇലക്ട്രോണിക്സ് മീഡിയ. 3, നമ്മുടെ ചിന്തകൾ. ഈ രാത്രികാലം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ സന്ദേശമൊന്നുമല്ല നിങ്ങൾ കൈമാറിയത്. സ്തോത്രം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വലിക്കുന്ന ചില ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രത്യാശയ്ക്കും നമ്മുടെ സിയോനിലേക്കുള്ള യാത്രയ്ക്കും തടസ്സമായിട്ട് മാർഗതടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പാപത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിൽക്കുന്നുണ്ടോ? അപ്രകാരമുണ്ടെങ്കിൽ ഈ രാത്രി തന്നെ നമ്മുടെ കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ കുമ്പസരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാവങ്ങളെ കടൽ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് ഈ രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ സിംഹാസനസ്ഥനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം കൊണ്ട് അവൻ നമ്മെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അവനൊന്നും മറവായിട്ടില്ല, എല്ലാം അവന് ദൃശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ, ഇതെല്ലാം സ്വർഗം ഒരു തുറന്ന പുസ്തകം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിങ്ങളുടെ ചിന്തകൾ അവനെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ വിലക്കേർപ്പെടുത്തി കുറുക്കിലാക്കുന്നുണ്ടോ? സഹോദരിയോടുള്ള ചിന്താമണ്ഡലങ്ങൾ, സഭയുടെ ആത്മീയ മണ്ഡലങ്ങൾക്ക്, ആത്മീയ ശുശ്രൂഷകൾക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പാപപ്രവർത്തികളും അസ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടം തന്നെ വിലവീഴമാക്കിക്കൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് കുമ്പസരിക്കാമോ? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തങ്ങൾ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവരല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിക്കാരൻ നമുക്ക് ആമേൻ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപൊഴി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് പിന്മാറി പോകുവാൻ ആമേൻ പലവിധമായിരിക്കുന്ന പ്രീണനങ്ങളും പലവിധമായിരിക്കുന്ന ആമേൻ പ്രലോഭനങ്ങളും നമുക്ക് നേരെ പിശാചുമായി സ്തോത്രം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു പരേതൻ അവൻ സ്വർഗത്തിൽ ചെന്നു. ഞാനതൊരു മാസത്തിൽ കൂടി വായിച്ചതാണ് കേട്ടോ.
അവിടെ ചെന്നപ്പോൾ ആമേൻ പത്രോസ് അപ്പോസ്തലൻ വാതിൽക്കൽ നിൽക്കുകയാണ്. ഓരോ വിശുദ്ധന്മാരെയും അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ കേരളത്തിൽ നിന്നും ഒരു വളരെ പ്രശസ്തനായ ഒരു സുവിശേഷകൻ ആമേൻ ഒരു ദൈവദാസന്റെ ആത്മാവ് അവിടെ ചെന്നപ്പോൾ പ്രവാചക കവാടത്തിൽ പത്രോസ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിച്ചകത്തേക്ക് ആനയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ ദൈവദാസൻ അവിടെ കൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ വളരെ വർണ്ണശബളമായിരിക്കുന്ന കാഴ്ചകൾ കണ്ടു. ആമേൻ സ്തോത്രം ചെന്നു. വളരെ മനോഹരമായ പച്ച പരവതാനികളും അതുപോലെ തന്നെ ആമേൻ സ്തോത്രം നല്ല രമ്യ കർമ്മങ്ങളും ആമേൻ നല്ല വീഥികൾ ആമേൻ സ്തോത്രം ചെന്നു. മദ്യവും ആമേൻ മദിരാശിയും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാര് അവിടെ കിടന്ന് ആഘോഷിക്കുകയാണ്. ആമേൻ അദ്ദേഹം ചിന്തിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഒന്നും കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം പത്രോസ് പറഞ്ഞു, എനിക്ക് ഒരു നിമിഷം അവിടേക്കൊന്നും പോകാൻ എന്നെ ഒന്ന് അനുവദിക്കാമോ? പത്രോസ് പറഞ്ഞു, പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ തിരിച്ച് ഓപ്ഷൻ നിങ്ങളെ. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു പത്രോസേ, ഞാൻ ഒത്തിരി ശുശ്രൂഷയൊക്കെ ചെയ്തു, ഒത്തിരി ആത്മാക്കളൊക്കെ കണ്ടില്ല, അതെല്ലാം ശരിയാണ്. പക്ഷെ നീ ഇവിടെ വന്നിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്തിച്ചോളാം പറഞ്ഞു. അടുത്ത ആളെ കയറ്റി കിടത്തി ഈ ദേവദാസൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പോകണോ വേണ്ടയോ അല്ലേ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് മാത്രമേ അവസാനം ഒരു തീരുമാനം എടുത്തു, എന്തായാലും പോയിച്ചു വരാം. അദ്ദേഹം പത്രോസ് പറഞ്ഞു, ശരി എന്നാ ഞാൻ പോയി ചേർന്നു, ആയിക്കോട്ടെ ഇങ്ങോട്ട് വരണത്. അദ്ദേഹം താഴേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ അത്ഭുതപരമായി കണ്ട കാഴ്ച ഒന്നുകൂടെ കാണാനില്ല. അദ്ദേഹം ചിന്തിച്ചു, എന്താ സംഭവിച്ചത്? അദ്ദേഹം നോക്കിയപ്പോൾ ആ സ്വർണ്ണ വീഥികളില്ല, മധുയക്ഷങ്ങളില്ല, ആൾക്കാരില്ല, ആകപ്പാടെ വിജനമായ ഒരു പ്രദേശം. അദ്ദേഹം സ്തബ്ധനായി നിൽക്കുമ്പോൾ പുറകിൽ ഒരു കരം വന്ന് അദ്ദേഹത്തെ തോണ്ടി പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, അപ്പൊ ഇത് കണ്ട് പച്ചനെ വെപ്രാളമായി. പച്ച ഓട്ടം, പക്ഷെ എന്തൊക്കെയാണ് സ്ലിപ്പറിനകത്ത് കിടന്ന് തെന്നി നിൽക്കുക. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ആമേൻ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇംഗിതപ്പെടുന്ന ഒരു നിലാവെളിച്ചത്തിലേക്ക് നമ്മെ അപകടങ്ങളും ആമേൻ അതിൽ ചെന്നു പതിയിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന ആക്രമണ സ്വഭാവമുള്ള ആമേൻ ചിന്തകളും മണ്ഡലങ്ങളും ഒക്കെ ആമേൻ നമ്മുടെ മനസ്സിനെ ഹഠാതാകർഷിച്ച് നമുക്ക് എന്ത് ചെയ്യണം അറിയാതെ നാം വശായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക നിമിഷത്തിൽ സ്തോത്രം ചെന്നു വചനമെന്ന വെളിച്ചം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ഈ രാത്രിയിലെ ഈ ഹ്രസ്വവചന സന്ദേശം അതിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ സ്തോത്രം ചെന്നു. ഈ രാത്രികാലം ഭാരതീയ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു നിമിഷം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചെന്നു. നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ വെല്ലുവിളികളെ കൊണ്ട് സമർപ്പിക്കാം. കർത്താവേ ആമേൻ, കർത്താവ് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്, എന്നെ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എത്രയും ചെയ്യുന്നത് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആമേൻ ഏർപ്പെടുത്തുന്ന വലിയ ആമേൻ തടവറകളാണ്. പ്രിയപ്പെട്ടവരെ അത്തരം സ്വയം കുഴികുഴിച്ച് അവരിരിക്കുന്ന വളരെ പ്രിയപ്പെട്ടവരിനകത്തുണ്ട്. ആമേൻ സംശയത്തിന്റെ കുഴികൾ, ആമേൻ പകയുടെ കുഴികൾ, ആമേൻ സ്വാതന്ത്ര്യന്നോ ആമേൻ അസൂയയുടെ കുഴികൾ, അതുപോലെ തന്നെ അവിശ്വാസത്തിന്റെ കുഴികൾ എന്ന് വേണ്ട പലതരം കുഴികൾ കുഴിച്ച് ഒരു തലമുറയ്ക്കുള്ളിൽ കിടക്കുന്ന പോലെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മെ സ്വതന്ത്രരാക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനുവേണ്ടി നമുക്ക് കർത്താവിന്റെ കയ്യിലേക്ക് സമർപ്പിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ടും എന്നെ ഈ സന്ദേശത്തിനായി ക്ഷണിച്ചു വരിക്കുന്ന ഇതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവിന്റെ വാക്കുകൾ തിരിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി സഹായിക്കുവാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സന്ദേശം. വിലപ്പെട്ട സ്വാതന്ത്ര്യത്തിന് ആമേ വിരോധമായി നിൽക്കും